നമസ്കാരം. NainaCreationsൽ നിന്നൊരു ഡോർമാറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സാരിയോ മാക്സിയോ ഷർട്ടോ എന്ത് തുണി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിന് നീളവും വീതിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. വീതി ഭാഗത്ത് ഇതേപോലെ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. രണ്ട് ഭാഗത്തും അതേപോലെ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഗമ്മ് തേച്ച് കൊടുക്കാം. ഈർക്കിലി ഒട്ടിക്കണ സമയത്ത് ഒരു ഇഞ്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ. ഒന്നും കൂടിയും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം. തുണി ഇതേപോലെ 2 ഇഞ്ച് വീതിയിൽ കീറിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കളർ തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 പീസ് തുണി ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് മടക്കുക. അതിനുശേഷം ഒരു മടക്കും കൂടെ മടക്കിയിട്ട് പോയിന്റിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ഹോളാവും. ഇനി ഈ ഹോളിൽ കൂടെ മുകളിൽ വെച്ചിട്ടുള്ള തുണിയുടെ ഏറ്റവും അറ്റം എടുത്തിട്ട് അടിഭാഗത്തുനിന്ന് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് മുകളിലേക്ക് വലിച്ചെടുത്തിട്ട് ഇതേപോലെ ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇതുപോലെ ബോളാക്കി വയ്ക്കാം. 2 തുണി ചേർത്ത് വെച്ചിട്ട് ഹോൾ ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അല്ലാണ്ട് പിന്നെ ഇതേപോലെ സൂചി നൂലും വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്താലും മതി. ഇനി ഈ തുണിയുടെ അറ്റം ഒന്ന് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഈ കെട്ടിട്ടുള്ള ഭാഗം ഇതേപോലെ ഈ ഈർക്കിലിയിൽ കടത്തി കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ എല്ലാം ചുറ്റിയെടുക്കണം. ഇനി ഈ എല്ലാ ഈർക്കിലിയിലും ഇതേപോലെ തുണി ചുറ്റി കൊടുക്കാം. അധികം ടൈറ്റ് ആക്കാണ്ട് വേണം ചുറ്റാൻ. ഇതിപ്പോൾ അവസാനത്തെ ഈർക്കിലിയിലും ചുറ്റിയിട്ടുണ്ട്. ഇനി ഇത് കെട്ടിട്ട് അവസാനിപ്പിക്കാം. ഇതേപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇനി 2 കളർ തുണിയും കൂടെ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നീളഭാഗത്ത് തുണി ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വീതി ഭാഗത്തേക്ക് ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. 2 കളർ തുണി ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ ആ കെട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു. അതിന് ശേഷം മോൾ ഭാഗത്തുള്ള ആ പിങ്ക് കളർ തുണി ആ ഹോളിൽ കൂടെ തന്നെ എടുത്തിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ നടുഭാഗത്ത് കൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗം അറ്റത്ത് വരാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ രണ്ടാമത്തെ ലൈനിൻ്റെ നടുഭാഗത്ത് കൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് മൂന്നാമത്തെ ലൈനിൻ്റെ നടുഭാഗത്ത് കൂടെ ഈ നീല കളർ തുണി നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇതേപോലെ 2 കളറും മാറി മാറി മുഴുവനായിട്ടും ചെയ്തെടുക്കാം. കണ്ടോ, പിങ്ക് കളറ് മുകളിലേക്ക് വന്ന ആ ഭാഗത്ത് കൂടെ നീല കളർ അടിയിലേക്ക് പോയിട്ട് അടുത്ത ലൈനിൽ കൂടെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇത് നമ്മൾ ചെയ്യണ സമയത്ത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ കൈ കൊണ്ടൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ലൂസായി വരും. ഇപ്പോൾ ഇത് ആദ്യത്തെ ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലൈൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണാം. ഇപ്പോൾ മുകളിൽ പിങ്ക് കളർ തുണിയാണ് ഇരിക്കുന്നത്. അതിനെ ആദ്യത്തെ ലൈനിൽ ആദ്യത്തെ ഇർക്കിലിയുടെ നടുഭാഗത്ത് കൂടെ മുകളിലേക്ക് എടുത്തു. അടിയിലുള്ള നീല കളറ് ഈ ആദ്യത്തെ ലൈനിൻ്റെ നടുഭാഗത്ത് കൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ നടുഭാഗത്ത് കൂടെ പുറത്തേക്ക് വലിച്ചെടുത്തു. ഇനി ഇതേപോലെ 2 കളറും മാറി മാറി ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലൈൻ അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലൈൻ തുടങ്ങാം. പിങ്ക് കളർ മുകളിലുള്ളത് അടിയിൽ കൂടെ എടുത്തു. ഇനി നീല കളറ് അടിയിലാണ്. അത് ഏറ്റവും അറ്റത്തുള്ള ലൈനിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ കെട്ടിട്ട് വെച്ചിട്ടുള്ളതിൻ്റെ ആ തുമ്പ് ഭാഗം ഉണ്ടല്ലോ അതിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ 4 ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിങ്ക് കളർ മാറ്റിയിട്ട് വേറെ കളർ തുണി അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് സാരിയുടെ തുണി കീറിയെടുത്തിട്ടുള്ളതാണ്. ഇനി മുമ്പത്തെ പോലെ തന്നെ ഇതേപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അവസാന ഭാഗം എത്തുമ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം തന്നെ കെട്ടിട്ടിട്ട് ഉള്ള ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടല്ലോ, അത് കാണാത്ത രീതിയിൽ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അതിന് മീതെ കൂടെ ഈ പീസ് ഇതേപോലെ ചുറ്റിയെടുക്കണം. ഈ അവസാന ഭാഗത്ത് പിങ്കും ബ്ലൂവും കൂടിയിട്ടാണ് ചെയ്തു കൊടുക്കാൻ പോണത്. ഇപ്പോൾ അത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അറ്റത്തെത്തി നമുക്ക് പറ്റാവുന്ന അത്രയും പ്രാവശ്യം നമ്മൾ അവസാനം വരെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇനി ഇത് ബാക്കിയുള്ള തുണി വെട്ടി കളഞ്ഞിട്ട് ഇതേപോലെ കെട്ടി അവസാനിപ്പിക്കാം. ഇത് ഈ നീണ്ടു നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തിരുകി കൊടുക്കാം. ഇനി ഇത് ഈർക്കിലിയിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഈർക്കിലി ഊരിയിട്ട് രണ്ടാമത്തെ ഈർക്കിലിയിൽ നിന്ന് ഊരിയത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കാം. അതേപോലെ എല്ലാം ഇതേപോലെ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നായിട്ട് കടത്തണം. ഇപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ഊരിയെടുത്ത് മുമ്പത്തെ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈർക്കിലിയിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ സൂചി നൂലും വെച്ചിട്ട് ഇതൊന്ന് തയ്ക്കാം. അപ്പോൾ അതൊന്ന് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.